നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജോസഫ് AK എന്ന് പറയുന്ന തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു പരനാറി ഇവൻ മനുഷ്യനുണ്ടായതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം ഒരു വൃത്തികെട്ട കമന്റാണ് ഈ പരമനാറി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ മരണ വാർത്ത സിനിമാ ലോകം മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളുടെ ഹൃദയത്തെ വല്ലാണ്ട് വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മമ്മുക്കായും ലാലേട്ടനും ശ്രീനേട്ടന്റെ ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഒരു ക്രൈസ്തവൻ കൊടുത്തിട്ടുള്ള 400 രൂപയും ഒരു മുസൽമാൻ കൊടുത്ത 2000 രൂപയ്ക്ക് വാങ്ങിച്ച താലി കൊണ്ടാണ് ഞാൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ഇവിടെ എന്ത് ജാതി, ഇവിടെ എന്ത് മതം എന്ന് പറയുന്നിടത്ത് മമ്മുക്കായും ലാലേട്ടനും ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് അടുത്ത് ഇരിക്കുന്ന ആ ഒരു ചിത്രം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഈ ജോസഫ് AK എന്ന് പറയുന്ന തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത ഒരു വൃത്തികെട്ട നാറി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു. ഇത്രയും ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവൻ മനുഷ്യന് പിറന്നതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇവൻ ഏത് ഫാൻസിന്റെ ആളായിക്കോട്ടെ, ഇവൻ മനുഷ്യനല്ല, ഇവൻ മൃഗത്തിന് തുല്യമാണ്. മൃഗങ്ങൾ പോലും കരുണ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ഫേക്ക് ID ഉണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവന്റെ ആ ഒരു ഐഡിയിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കാണ്. എടാ, ആൺകുട്ടിയാണ്, തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണെന്നുണ്ടെങ്കിൽ നീ നേരാവണ്ണം വന്നിരുന്നിട്ട് വേണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറ. സൈബർ സെല്ലൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലെ, അവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇതുപോലുള്ള നാറിയനെ കൊണ്ടുവരണം. ഈ മമ്മുക്കായി പോലുള്ള ഒരു മനുഷ്യൻ ഇവനെ എന്താണ് ചെയ്തത്? ഒരു മനുഷ്യന് ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഇതുപോലത്തെ പിഴച്ച നാറികൾ നമ്മുടെ സമൂഹത്തിലെ